ടീച്ചറൊന്ന് പിടിക്കട്ടോ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വാടാനംകുറിശി GHSS വികസനത്തിന്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിദ്യാലയത്തിന്റെ കൂടുതൽ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് 1 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇതോടൊപ്പം നടക്കുകയാണ്. പട്ടാമ്പി MLA ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹസിന് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ത്യയിൽ തന്നെ അക്കാഡമിക് രംഗത്ത് 2ാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ജനകീയ വിദ്യാഭ്യാസ നയമാണ് ഈ ഗവൺമെന്റിന്റെ നയം. ഈ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയുന്നു. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. എൻ്റെ പഠനം ഇവിടെ 8ാം ക്ലാസ്സിൽ വെച്ചടക്ക് നിന്നുപോയി. പിന്നീട് 2ാമത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയും പാസ്സാവുകയും ഒക്കെ ചെയ്തു. ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഇന്ന് ഏറെ അഭിമാനം തോന്നുന്നുണ്ട്. ഈ 10 വർഷം കൊണ്ട് നമ്മുടെ സ്കൂളിന് കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യം വലിയ മാറ്റം വരുന്നതിനുള്ള ഫണ്ടും സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ക്ലാസ് മുറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് പട്ടപ്പനയായിരുന്നു ഈ ക്ലാസ് മുറി. ഇതിന്റെ പിറകിലും അപ്പുറത്തെ അറ്റത്തായിട്ട് ഞാൻ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ആ ഓലപ്പുരയായിരുന്ന കാലത്ത് കോട്ടരുമയൊക്കെ വീണ് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്ന ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം വെച്ച ഫണ്ടുകളിൽ ഒന്ന് ഈ വിദ്യാലയത്തിനായിരുന്നു. 3 കോടിയുടെ ഈ സ്കൂളിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടം, ഈ മനോഹരമായ കെട്ടിടം പഴയ ഓലപ്പുരയുടെ സ്ഥാനത്ത് യാഥാർത്ഥ്യമായി. എന്നാൽ അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരില്ല എന്ന് പറയുകയും, എനിക്ക് തോന്നുന്നു മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കാലത്താണ് തോന്നുന്നു ഒരു കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ മുഖമായിരുന്ന കെട്ടിടം, ആ കെട്ടിടം പൊളിച്ചു 2 കോടിയുടെ ഈ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 1 കോടി രൂപ ഹയർ സെക്കൻഡറിക്ക് അനുവദിച്ചു. അവിടെ ആ പഴയ കെട്ടിടം പൊളിക്കുന്നത് കുറച്ച് വേഗത പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം ഇപ്പൊ ഏതാണ്ട് കുറച്ചും കൂടെ ഉയരത്തിൽ കയറിയിട്ടുണ്ടാവും. അത് ഇവിടുന്ന് ചെയ്യേണ്ടതാണ്. എന്തായിരുന്നാലും അത് വേഗം പൊളിച്ചു കൊടുക്കണം. അതിന്റെ നിർമ്മാണം നടക്കുക. 1 കോടി രൂപയാണ് അതിനനുവദിച്ചത്. ഹയർ സെക്കൻഡറിക്കും മികച്ച കെട്ടിടം സൗകര്യങ്ങളുമാകും. അപ്പുറത്ത് LP സ്കൂളുണ്ട്, നിങ്ങൾക്കറിയാം. 85 ലക്ഷം രൂപക്ക് ആദ്യം ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കി. കാരണം ഞാൻ ഈ സ്കൂള് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോ ഈ കെട്ടിടത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞപ്പോഴാണ് ആ സ്കൂളിലേക്ക് അവിടുത്തെ ടീച്ചർമാരൊക്കെ കൊണ്ടുപോയത്. ആ സ്കൂളിൽ ഒരു നല്ല കെട്ടിടവും ഇല്ല, വല്ലാത്ത ശോചനീയാവസ്ഥയിലാണ്. അങ്ങനെയാണ് MLA ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ചത്. അത് പൂർത്തീകരിച്ചു. ഇപ്പോ 1 കോടി കൂടി അനുവദിച്ച് അവിടെ മറ്റൊരു കെട്ടിടത്തിന്റെ നിർമ്മാണം കൂടി നടക്കുകയാണ്. നമുക്കൊരു പ്ലാൻ കൂടി ഉണ്ട്. ഫണ്ട് ലഭ്യമാക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നമ്മൾ നബാർഡ് വഴി ശ്രമിച്ചു. അത് നമ്മൾ വിചാരിച്ച സമയത്തായില്ല. ഈ കെട്ടിടങ്ങൾ കൂടി പൊളിച്ച് അവിടെ കൂടി മനോഹരമായ കെട്ടിടം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
അതിനുള്ള ചില ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ മുഖച്ഛായ ആകെ മാറുക എന്നുള്ളതാണ്. വാടനാകുറിശി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾ, സാമ്പത്തികമായി വലിയ പണമുള്ളവരൊന്നുമല്ല, ഒരു ഇടത്തരക്കാരും അതിൽ കുറഞ്ഞവരുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ ഭൗതിക സാഹചര്യം ഏറെയേറെ വളരുമ്പോൾ അത് ഈ കുടുംബങ്ങളുടെയൊക്കെ ജീവിതത്തെ, നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടിയാൽ ആ കുടുംബങ്ങളുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞാൻ ജനപ്രതിനിധിയായി വന്നു ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് എനിക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് വരാൻ ഒരു വിദ്യാർത്ഥി എന്നത് ഒരു കാരണമാണെങ്കിലും മറ്റൊന്ന്, നമ്മൾ തലമുറകൾക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റോഡുകളും പാലങ്ങളും ഒക്കെ ആവശ്യമാണ്. എന്നാൽ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പുതുക്കി പണിയേണ്ടി വരും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യം ഏറ്റവും മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ജീവിതമാണ് മെച്ചപ്പെടുന്നത്. അതിലൂടെ അവർ വളരുമ്പോൾ ആ തലമുറയാണ് രക്ഷപ്പെടുന്നത്. ആ തലമുറ രക്ഷപ്പെടുന്നതിലൂടെ ആ കുടുംബങ്ങൾ മാത്രമല്ല, ആ നാടാകെ രക്ഷപ്പെടുകയാണ്. അപ്പോ ചെറിയ സംഭവമല്ല ഭൗതിക സാഹചര്യം വിദ്യാലയങ്ങളിൽ കൊണ്ടുവരിക എന്നത്. ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില സിനിമകൾ കേരളത്തെ താറടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റോറി പച്ച നുണ വിദ്വേഷവും കുത്തിക്കയറ്റിക്കൊണ്ട് കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സിനിമ വന്നു. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ കളിക്കുകയാണ്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ടാം ഭാഗത്തിൽ ഒരിക്കലും കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ആ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഓരോ മലയാളികൾക്കും അല്ലെങ്കിൽ ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന കാര്യം, ജാതി മത വ്യത്യാസമില്ലാതെ നമ്മൾ സ്നേഹിച്ച് ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്ന നാടാണ് നമ്മുടെ നാട്. ഒരു തരത്തിലുള്ള വർഗീയമായ ചേരുതിരിവിനും നമ്മൾ സമ്മതിക്കാറില്ല. പക്ഷേ കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരള സ്റ്റോറി 2 ഇപ്പോ വരുന്നത്. ഭക്ഷണത്തിന്റെ പേരിൽ ആരും ആരെയും നിയന്ത്രിക്കാറില്ല. ഇന്ന് നമുക്കറിയാം നോമ്പ് കാലമാണ്. ഇവിടെ അതിഥികൾ വന്നു. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും വന്നു. സ്വാഭാവികമായിട്ടും ചായ കൊടുക്കുന്നു. നോമ്പുള്ള ആളുകൾ വേണ്ടെന്ന് വെക്കുന്നു, അല്ലാത്തവർ കഴിക്കുന്നു. അവനവന്റെ വിശ്വാസത്തോട് എന്ത് വിശ്വാസമാണോ അതുമായി ജീവിക്കാൻ നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല.